നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സോളാർ വിഷയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നടത്തിയ സമരം ഒത്തുതീർപ്പാക്കാൻ ചർച്ചകൾ നടത്തിയെന്ന് മാധ്യമപ്രവർത്തകന്റെ പ്രസ്താവനയെ സമ്മതിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് MP. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വിളിച്ച് കാണണമെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ സമരം ഒടുവിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതോടെയാണ് നാടകീയമായി പിൻവലിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒത്തുതീർപ്പ് സമരത്തിനാണ് ഇത് രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ അന്നു മുതൽ അറിയപ്പെട്ടതും. ഈ ആരോപണത്തെ ശരിവെക്കുന്ന വെളിപ്പെടുത്തലുമായി മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കയം രംഗത്തെത്തിയതോടെയാണ് വിഷയം വീണ്ടും ഇപ്പോൾ ആളിക്കത്തുന്നത്. ബ്രിട്ടാസിന്റെ ഇടനിലയിലായിരുന്നു ചർച്ചകൾ നടന്നതെന്ന് ആയിരുന്നു വെളിപ്പെടുത്തൽ. വാർത്താ ചാനലുകൾ വിഷയം ഏറ്റെടുത്തതോടെ CPM പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. തുടർന്നാണ് തന്റെ ഇടപെടലിനെ ന്യായീകരിച്ച് ജോൺ ബ്രിട്ടാസും രംഗത്തെത്തിയത്. സമരം തീർക്കാൻ തിരുവഞ്ചൂരാണ് അന്നേ ഇങ്ങോട്ട് വിളിച്ചത്. എന്നെ കാണണമെന്ന് പറഞ്ഞു. താങ്കൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്, നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാമെന്നും ബ്രിട്ടാസ് പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയാണ് തിരുവഞ്ചൂരിനെ കാണാൻ പോകുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു. തിരുവഞ്ചൂരിനൊപ്പം ചർച്ചകൾക്കായി ആരോപണ വിധേയനും മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയെ കാണാനും പോയിരുന്നതായി ബ്രിട്ടാസ് വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ജുഡീഷ്യൽ അന്വേഷണം എന്ന നിലയിലേക്ക് എത്തിയത് താങ്കൾ ചർച്ച നടത്തിയത് കൊണ്ടാണല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വരും, എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടില്ല എന്നായിരുന്നു ബ്രിട്ടാസിന്റെ പ്രതികരണം. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉൾപ്പെടുത്തണം എന്ന നിലപാടാണ് CPM ഒത്തുതീർപ്പായി മുന്നോട്ട് വെച്ചത്. എനിക്ക് മാത്രം താങ്കൾ മുഖ്യമന്ത്രിയെ കാണാൻ എന്റെ കൂടെ വരണമെന്ന് അപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞു. അങ്ങനെ തിരുവഞ്ചൂരിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടു എന്നും ബ്രിട്ടാസ് പറഞ്ഞു. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ പോയതെന്നും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാനായിരുന്നു പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയതെന്നുമാണ് ബ്രിട്ടാസ് പറയുന്നത്. എന്തു വിട്ടുവീഴ്ച ചെയ്യാനും സമരം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം തിരുവഞ്ചൂരിന് ഉണ്ടായിരുന്നു. എന്നെ ബന്ധപ്പെടുത്തുന്നതിന് മുൻപ് കൈരളി TVയുമായി ബന്ധപ്പെട്ട അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോൺ എനിക്ക് കൈമാറുകയായിരുന്നുവെന്നും ബ്രിട്ടാസ് പറഞ്ഞു.